പുതുവത്സരത്തിലെ ചിങ്ങമാസ പുലരിയിൽ ഗുരുവായൂരപ്പനെ കണികണ്ട് ആ തിരുമുന്നിൽ മതിമറന്നാടിയതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് സ്വപ്ന എന്ന വനിതാ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടറും മകൾ ആർദ്രയും. സ്വപ്നയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് തുണയായത് നൃത്തപരിപാടി അവതരിപ്പിക്കുവാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് നൽകിയ പ്രത്യേക അനുമതി, ഒപ്പം ഭർത്താവും തലോലപ്പറമ്പ് സബ് ഇൻസ്പെക്ടറുമായ PS സുധീരൻ്റെ പിന്തുണയും. ഗുരുവായൂരിൽ കണികണ്ടുണർന്ന കണ്ണനെ ഭക്തർ കണികണ്ട് ചടങ്ങുകൾ പൂർത്തിയായതോടെയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നൃത്ത പരിപാടികൾ സമാരംഭിച്ചത്. നിറഞ്ഞു കവിഞ്ഞ ഭക്തസഹസ്രങ്ങളെ സാക്ഷിയാക്കി സ്വപ്നയും കുറവലങ്ങാട് ഡീപോൾ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ മകൾ ആർദ്ര സുധീരനും ചേർന്നാണ് നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചത്. പുതുവർഷാരംഭത്തിൽ ഗുരുവായൂരപ്പന് മുന്നിലുള്ള വഴിപാടായാണ് അമ്മയും മകളും ചേർന്ന് ചുവടുവെച്ചത്. ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം എന്നിവയാണ് അവതരിപ്പിച്ചത്. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടസ്തുതികളിൽ ശാസ്ത്രീയ നൃത്തത്തിൻ്റെ നടന മനോഹാരിത സമന്വയിച്ചപ്പോൾ തിങ്ങി നിറഞ്ഞ സദസ്സിനത് നവ്യാനുഭവമായി മാറി. പ്രശസ്ത നർത്തകനും നൃത്ത അധ്യാപകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ്റെയും മുഹമ്മ ജിതിൻ്റെയും ശിക്ഷണത്തിലാണ് സ്വപ്നയും ആർദ്രയും നൃത്ത പരിശീലനവും അവതരണവും തുടരുന്നത്. LP സ്കൂൾ തലം മുതൽ നൃത്ത പഠനം ആരംഭിച്ച ആർദ്രയ്ക്ക് ഒപ്പം മാതാവും നൃത്ത പരിശീലനം ആരംഭിക്കുകയായിരുന്നു. വൈക്കം പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടറായ സ്വപ്ന ഭാരിച്ച ജോലി തിരക്കുകൾക്കിടയിലും നൃത്ത പരിശീലനത്തിന് സമയം കണ്ടെത്തുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി നാളുകളിൽ സ്വപ്നയും മകൾ ആർദ്രയും ചേർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അനുമതിയോടെ അവതരിപ്പിച്ച നൃത്തവും ശാസ്ത്രീയ സംഗീത പരിപാടികളും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി എന്നിവയ്ക്ക് പുറമെ ശാസ്ത്രീയ സംഗീത കച്ചേരികളും സ്വപ്നയും ആർദ്രയും ചേർന്ന് അവതരിപ്പിച്ചു വരികയാണ്. ഉപജില്ല, ജില്ലാ, സ്കൂൾ യുവജനോത്സവങ്ങളിൽ നൃത്ത ശാസ്ത്രീയ സംഗീത ഇനങ്ങളിൽ ആർദ്ര തുടർച്ചയായി സമ്മാനങ്ങൾ നേടി വരികയാണ്. മികച്ച ഗായകൻ കൂടിയായ തലോലപ്പറമ്പ് SI PS സുധീരൻ പിന്തുണയും പ്രോത്സാഹനവും സഹായവുമായി സദാ ഒപ്പമുള്ളതുകൊണ്ടാണ് നൃത്ത സംഗീത സപര്യയിൽ തുടരുവാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുരസ്കാരങ്ങൾ നേടുവാനും കഴിയുന്നതെന്ന് സ്വപ്നയും ആർദ്രയും ഒരേ സ്വരത്തിൽ പറയുന്നു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.